ഹലോ, അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കാം. ഇത് വന്നിട്ട് ജിയോ ലൈഫ്, അത് പറഞ്ഞാൽ ജിയോ മൊബൈൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. ജിയോ മൊബൈൽ മാത്രമല്ല, അവർക്ക് ഇൻ്റർനെറ്റ്, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ്, പിന്നെ പലതരം ഡിവൈസസ് ഒക്കെ ഉള്ള കമ്പനിയാണ് ജിയോ. അത് റിലയൻസിൻ്റെ ഭാഗമായിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയുടെ ഭാഗമായിട്ടുള്ളതാണ് ജിയോ. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു ഇതാണിത്, നോട്ടിഫിക്കേഷനാണ് ഇത് വന്നിട്ട്. ഇതിൻ്റെ ജോബ് ടൈറ്റിൽ ഫൈബർ എഞ്ചിനീയർ. ഓക്കെ, അപ്പോൾ ഫൈബർ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും BE.BTech ഒക്കെ പഠിക്കണമെന്ന്. അതൊന്നും വേണ്ട. അതിന് ഇത് 25/10/2025 മുന്നേ ഇത് അപ്ലൈ ചെയ്തിരിക്കുക. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇത് ഫുള്ള് കണ്ടാൽ മനസ്സിലാവും. ഇത് അവർ ഹയർ ചെയ്യുന്നത് ഫൈബർ എഞ്ചിനീയേഴ്സ്. ലൊക്കേഷൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ കൊച്ചിയിലായിരിക്കും. എക്സ്പീരിയൻസ് വന്നിട്ട് 0 to 2 years. ദാറ്റ് മീൻസ് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കും. അതിൻ്റെ അടിയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഫ്രഷേഴ്സ് ക്യാൻ അപ്ലൈ. ഓക്കെ, ഫ്രഷേഴ്സ് ക്യാൻ അപ്ലൈ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് അവർ പറയുന്നത് ITI ഓർ ഡിപ്ലോമ. ഇത് സാലറി 15,500 പ്ലസ് ഇൻസെൻറ്റീവ്. ഇത് പിന്നൊരു റിക്വയർമെൻറ്റ് അവർ പറയുന്നത് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ, 2-wheeler ആൻഡ് ലൈസൻസ് മാൻഡേറ്ററി. ഓക്കെ, 2-wheeler ആൻഡ് ലൈസൻസ് മാൻഡേറ്ററി. അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഹൗ ടു അപ്ലൈ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവർ ഡീറ്റെയിൽസ് മേടിക്കുക, അവരെന്താ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ബയോഡാറ്റ, CV ഏത് ഇമെയിലേക്ക് അയക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് വാട്സാപ്പിലേക്ക് അയക്കേണ്ടത് എല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ അപ്പം തന്നെ നിങ്ങൾക്ക് ഡേറ്റും ടൈമും തരും, നിങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, സ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ITI ഡിപ്ലോമക്കാർക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇനിയും കിട്ടണമെങ്കിൽ, ഇതുപോലെ വാക്കിൻ ഇൻ്റർവ്യൂ എൻ്റെ ഈ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മനസ്സിലാവും. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടില്ലെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു.